ഈ ഇലക്ഷനിൽ CPM-ന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഒരു സീറ്റിന് അപ്പുറമുള്ള ഒരു സീറ്റ് കിട്ടുന്നത് ശരിയല്ല എന്നുള്ള ചിന്താഗതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഇലക്ഷൻ്റെ അന്ന് രാവിലെ അദ്ദേഹം ഇത് വിളിച്ചു പറഞ്ഞതിലൂടെ. അതിലെ മുഹമ്മദ് അലി എന്ന് പറയുന്ന ബോക്സിംഗ് ചാമ്പ്യൻ കേരളത്തിന് വേണ്ടി ഒരുപാട് മെഡലുകൾ നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള ഒരു വിഡ്ഢിത്വമില്ല. വളരെ ചിന്തിച്ചുറച്ച ജയരാജനെയാണ് നമ്മളന്ന് കണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ആ മുഖഭാവത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അദ്ദേഹം ചിന്തിച്ചുറച്ച് ഇത് പറയാനുള്ള സമയം ഈ ഇലക്ഷൻ ദിവസമാണെന്ന് അദ്ദേഹം മുൻകൂട്ടി തീരുമാനിച്ച് പറഞ്ഞതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് അദ്ദേഹം പറയും. താങ്കൾ നേരത്തെ ശ്രീ ജയരാജനോട് സംസാരിക്കുമ്പോൾ മലബാർ ഭാഗത്ത് കുറേ ആൾക്കാർ വോട്ട് ചെയ്തിട്ടില്ല. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം എറണാകുളം ജില്ലയിലെ ഒരു 10-25 എൻ്റെ ആത്മസുഹൃത്തുക്കളായ ഇടതുപക്ഷ വിശ്വാസികൾ വോട്ട് ചെയ്യാണ്ട് മാറി നിന്നിട്ടുണ്ട്. അതിന് കാരണം പറയുന്നത് ഇതാണ്, ഇത്തരം കാര്യങ്ങളിലൊരു തീരുമാനമാവട്ടെ. എന്താണ് പാർട്ടിയുടെ എങ്ങോട്ടാണ് പോക്ക്? ഞാൻ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചത് വീണ്ടും പറയുകയാണ്. പാർട്ടിയെ അങ്ങേയറ്റം നെഞ്ചോട് ചേർത്ത് നിർത്തിയ കോടിക്കണക്കിന് അണികളുടെ ആ വിശ്വാസം ചൂഷണം ചെയ്തുകൊണ്ട് നേതാക്കന്മാർ നടത്തുന്ന ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തികളിൽ മനം മടുക്കുന്നു എന്നുള്ളതാണ് ഈ ഇലക്ഷനിൽ. ഇപ്പോൾ എനിക്ക് 25 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിൻ്റെ വിവരം എനിക്ക് കിട്ടിയിരിക്കുന്നത് അവർ വോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ജയരാജൻ ഈ തീയതി പെട്ടെന്ന് അറിയാതെ, സാധാരണ അദ്ദേഹം പറയുന്ന വിഡ്ഢിത്തം പോലെ പറഞ്ഞതൊന്നുമല്ല, അദ്ദേഹം കൃത്യമായി നമ്മളൊരു പ്രീ പ്ലാൻഡോട് കൂടി അദ്ദേഹം അന്ന് പറഞ്ഞതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടെ ശ്രീ ശിവശങ്കരൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനോട് ഞാൻ 100% യോജിക്കുന്നു. ഇത് പിണറായി വിജയനെ കേസിൽ നിന്ന് രക്ഷിക്കാനും അതുമാതിരി തന്നെ ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ നീട്ടിക്കൊണ്ടുപോകാനൊക്കെയുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗം മെനയാൻ വേണ്ടിയിട്ട് EP ജയരാജനിലൂടെ ജാവേദ്കർ വന്നിട്ട് ഈ ആടുജീവിതം കഥ മാതിരി വെറുതെ വളച്ചു കെട്ടി കൊണ്ടുപോകുകയല്ലാണ്ട് ഇതൊന്നും അല്ല. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഇതൊന്നുമല്ല. ആടി നിൽക്കുന്ന ജയരാജനെ BJP-യിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ജാവേദ്കർ എന്ന് പറയുന്ന വലിയ BJP-യുടെ നേതാവ് ചെന്ന് കണ്ടു എന്നുള്ള ഒറ്റവാക്കിലുള്ളൊരു നിർവചനമാണ് എന്നെപ്പോലുള്ള ഇത് വളരെ സൂക്ഷ്മമായിട്ട് ഇഴകിഴി പരിശോധിക്കാനൊന്നും നിൽക്കാത്തവർ കാണുന്ന ഒരു കാര്യം. അതിന് മുമ്പ് നടന്നിട്ടുള്ള ഡീലുകൾ എന്തൊക്കെയാണ്, അതിന് മുമ്പ് നടന്നിട്ടുള്ള ഫോൺ സംഭാഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇനി വരും കാലങ്ങളിൽ തെളിയാനിരിക്കുന്ന കാര്യമാണ്. പിന്നെ ശ്രീ അനിൽ നമ്പ്യാർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്തുകൊണ്ട്, പാപിയോട് ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടും, മുഖ്യമന്ത്രി പറഞ്ഞ വാക്കാണ്. എനിക്ക് അതിനേക്കാൾ, അദ്ദേഹം ഈ ദല്ലാളിനെയാണ് ഉദ്ദേശിച്ച് വെച്ചാൽ അതിനേക്കാൾ എനിക്ക് പറയാനുള്ളത്, നാറിയവനെ ചുമന്നാൽ ചുമക്കുന്നവന് നാറും എന്നുള്ളത് PV അൻവറേയും ശ്രീനിജനെയും പോലുള്ളവരെ ചുമന്നിട്ട് ഈ പാർട്ടി പേറുന്ന ഭാരം കാണുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് തോന്നുന്നത് തന്നെയാണ് ഈ ദല്ലാളിനെ പോലുള്ളവരെ ഈ രാഷ്ട്രീയ നേതാക്കൾ കൊണ്ടു നടക്കുമ്പോൾ തോന്നുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താ? പാപിയുടെ കൂടെ കൂടിയാൽ ശിവനും പാപിയായിടും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ജയരാജൻ എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ചുറ്റുമുള്ളത് കുറേ പാർട്ടി പ്രവർത്തകരാണ്. ഇവിടെ ശിവശങ്കരൻ പറഞ്ഞതിന് മുഖവിലയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ലോക്കൽ കമ്മിറ്റി മുതൽ സ്റ്റേറ്റ് കമ്മിറ്റി വരെയുള്ള ഒരു ഏജൻസിയൊക്കെ നിയന്ത്രിക്കുന്നത് അദ്ദേഹമായിരിക്കാം. പക്ഷേ മുഖ്യമന്ത്രി എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിലാണ് ആഭ്യന്തര വകുപ്പ്. DGP മുതൽ താഴെത്തട്ട് വരെയുള്ള കോൺസ്റ്റബിൾ വരെയുള്ളവർ അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അതുമാതിരി തന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള എല്ലാവിധ പോലീസ് സംവിധാനത്തെയും നിയന്ത്രിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് തൻ്റെ ഓഫീസിന് കീഴിലെ തൊട്ടടുത്ത റൂമിലിരുന്നു കൊണ്ട് PR ശിവശങ്കരൻ എന്ന് പറയുന്ന ഒരു ഫ്രോഡ് തനിക്കെതിരെ നടത്തുന്ന നീക്കം, ആ ഗവൺമെന്റിനെതിരെ നടത്തുന്ന നീക്കം, അതായത് ജനങ്ങൾക്ക് എതിരെ നടത്തുന്ന നീക്കത്തിനെ കുറിച്ചിട്ട് ഒരുവിധ വിവരവും മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ജയരാജനെ, ഈ ദല്ലാൽ നന്ദകുമാറിനെ കുറിച്ചിട്ട് എന്തുകൊണ്ട് മുൻകൂട്ടി ധാരണയോട് കൂടിയിട്ട് അവിടെ ഞാൻ വിയോജിക്കുകയാണ്. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടായിരുന്നല്ലോ ശിവശങ്കരൻ്റെ എല്ലാ ഇടപാടുകളും. മുഖ്യമന്ത്രി അറിയില്ല, പൊട്ടം കളിച്ചതാണ്. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടായിരുന്നു എല്ലാ ഇടപാടുകളും നടത്തിയത്. അത് കൃത്യമായിട്ട് സ്വപ്ന സുരേഷ് തുറന്നു പറഞ്ഞിട്ടുണ്ട്.